നിങ്ങളുടെ ലൈഫ് പബ്ലിക്കിന് മുന്നിലേക്ക് ഇട്ട് കൊടുത്താൽ പബ്ലിക് അത് കീറി മുറിച്ച് ചർച്ച ചെയ്യും. അത് അങ്ങനെയാണ്. ഒരാളുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ ഒരു സ്വകാര്യത എന്ന് പറയുന്നത് അവരുടെ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ നടക്കുമ്പോൾ മാത്രമാണ്. അത് എപ്പോഴാണോ അവിടെ ബ്രേക്ക് ആകുന്നത്, എപ്പോഴാണോ തന്റെ ലൈഫ് മുഴുവൻ ഒരു ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്, എപ്പോഴാണോ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് സ്വന്തം ജീവിതം ഒരു പ്രോഡക്റ്റ് പോലെ വിൽക്കാൻ വെക്കുന്നത്, അപ്പോൾ ആ ഒരു പോയിന്റിലിരുന്ന് അത് അവരുടെ ഒരു പേഴ്സണൽ ലൈഫ് അല്ലാതെയായി മാറുകയാണ് അവിടെ. ഈ വിഷയത്തിൽ ആ ഒരു പെൺകുട്ടി ചെയ്തത് പൂർണ്ണമായും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ നിങ്ങൾ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കരുത്. പിന്നെ അതിനെല്ലാം ഉപരി സ്വന്തം കാമുകന് സേഫായിട്ടൊരു ഗവൺമെൻറ് ജോബൊക്കെ കിട്ടിയപ്പോൾ അവൾ കൂളായിട്ട് അവളുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു. അവിടെ സ്വർണവും സ്വത്തും ആവശ്യത്തിന് മേക്കപ്പ് ഐറ്റംസും ഒക്കെ എല്ലാം പിറക്കി എടുത്തിട്ട് നട്ടപ്പാതിരാക്കി ഓടുക എന്നത് ഒരു തരം അവസരവാദമാണ്. ഒരു പക്ഷേ അവളുടെ അമ്മ അതിനൊരു ഗ്രീൻ സിഗ്നൽ കാട്ടിയേനെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ അമ്മയുടെ ട്രാക്ക് റെക്കോർഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും വലിയൊരു വിഷയമായിട്ട് അവർ കാണാൻ വഴിയില്ല എന്നതാണ്. ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്, കളഞ്ഞിട്ട് പോയാൽ അത് ചത്തുപോയെന്ന് വിചാരിക്കണം. അത്രയേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ. നമ്മളിപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഫേസ്ബുക്ക് എടുത്താലും ഇൻസ്റ്റാഗ്രാം എടുത്താലും എന്തിന് യൂട്യൂബിലെ ട്രെൻഡിങ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ പോലും ഒരൊറ്റ വിഷയമാണ് നമുക്ക് മുന്നിലേക്ക് നമ്മുടെ ഫീഡിലേക്ക് അവർ കൊണ്ടുവന്ന് കാണുന്നത്: ഒളിച്ചോട്ടം. അതായത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ആൾക്കാർ ആഗ്രഹിക്കുന്ന, അക്ഷരാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയെ മൊത്തവും ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയണം. ആ ഒരു ഒളിച്ചോട്ടത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, പിന്നെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിറയെ പേരിടുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടു. ചിലർ നെഗറ്റീവ് പറയുന്നുണ്ട്, ചിലർ പോസിറ്റീവ് പറയുന്നുണ്ട്. പലരും അവരുടേതായ അഭിപ്രായങ്ങൾ അവിടെ പറയുന്നുണ്ട്. പലരും അവരുടേതായ ഒരു ആംഗിളിലാണ് അതിനെ കാണുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിലും, അല്ലെങ്കിൽ ഒരു സാമൂഹികമായിട്ടൊരു പ്രതിബദ്ധതയുള്ള ഒരു സാധാരണ ഒരു പൗരൻ എന്ന നിലയിലും എനിക്കിതിനെക്കുറിച്ച് എൻ്റെ നിരീക്ഷണങ്ങൾ നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. ഇതിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾക്ക് മുമ്പിലേക്ക് തുറന്നു കാട്ടുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. ഈ ഒരു ഒളിച്ചോട്ടം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള റിലേഷൻഷിപ്പുകളുടെയും നമ്മുടെ സോഷ്യൽ മീഡിയകളുടെയൊക്കെ ഒരു കണ്ണാടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഒരു സംഭവം നമുക്ക് ഈ ഒരു സംഭവത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ, ശരിക്കും അവിടെ എന്താണ് നടന്നതെന്നറിയാൻ പലർക്കും നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. ഒരു 90% മലയാളികൾക്കും ഇത് അറിഞ്ഞ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഇല്ലേ? അവരുടെ ആ ഒരു ക്യൂരിയോസിറ്റിയെ തെറ്റി പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആളുകൾ അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്ന, ഫോളോ ചെയ്യുന്ന, അവരുടെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ആഘോഷമാക്കിയിരുന്ന ഒരു കപ്പിളാണ് അവർ, അല്ലേ? നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും, എന്താണ് അവർക്കിടയിൽ സംഭവിച്ചതെന്ന്. പക്ഷെ ചിലർ വന്ന് നമ്മളടുത്ത് പറയും ഇത് അവരുടെ പേഴ്സണൽ ലൈഫാണ്. ചിലർ കമന്റിലും പറയാറുണ്ട്, മെസ്സേജിലും പറയാറുണ്ട് ഇത് അവരുടെ പേഴ്സണൽ ലൈഫാണ്, അവരുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ എത്തി നോക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ അതിലോട്ട് കയറി ഇടപെടുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് പേര് വന്ന് പറയാറുണ്ട്. ഇങ്ങനെയുള്ള സദാചാരവാദികളോട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്: എൻ്റെ പൊന്നു ബ്രോ, ഒരാളുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ ഒരു സ്വകാര്യത എന്ന് പറയുന്നത് അവരുടെ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ നടക്കുമ്പോൾ മാത്രമാണ്. അത് എപ്പോഴാണോ അവിടെ ബ്രേക്ക് ആകുന്നത്, എപ്പോഴാണോ തന്റെ ലൈഫ് മുഴുവൻ ഒരു ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്, എപ്പോഴാണോ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് സ്വന്തം ജീവിതം ഒരു പ്രോഡക്റ്റ് പോലെ വിൽക്കാൻ വെക്കുന്നത്, അപ്പോൾ ആ ഒരു പോയിന്റിലിരുന്ന് അത് അവരുടെ ഒരു പേഴ്സണൽ ലൈഫ് അല്ലാതെയായി മാറുകയാണ് അവിടെ. രാവിലെ എണീക്കുന്നത് മുതൽ പിന്നെ എന്ത് ഫുഡ് കഴിക്കുന്നു, എവിടെയൊക്കെ യാത്ര പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സർപ്രൈസുകൾ, ഫാമിലി ഫംഗ്ഷനുകൾ, ഇതെല്ലാം വീഡിയോ ഒക്കെ അതിൽ നിന്ന് പൈസയും പിന്നെ കുറച്ച് ഫെയിമും ഒക്കെ ആകുമ്പോൾ ആ ഒരു ലൈഫ്, അതായത് ആ ഒരു സെലിബ്രിറ്റിയുടെ ലൈഫ് ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് മാറുകയാണ്. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ സന്തോഷങ്ങളും റൊമാൻസും മാത്രം കണ്ട് കൈയടിക്കാൻ നിൽക്കുന്നവരല്ല പബ്ലിക്. നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആളുകൾക്ക് നിങ്ങളെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ടാകും. കാരണം അവരും നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ സമയവും ഇമോഷൻസും നിങ്ങൾ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫ് പബ്ലിക്കിന് മുന്നിലേക്ക് ഇട്ട് കൊടുത്താൽ പബ്ലിക് അത് കീറി മുറിച്ച് ചർച്ച ചെയ്യും. അത് അങ്ങനെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു സോഷ്യൽ മീഡിയയിൽ, അതായത് നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പബ്ലിക് ഡൊമൈനിലുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ ജീവിതത്തിൽ നടക്കുന്ന പബ്ലിക്കായിട്ടൊരു വിഷയമാണിത്, അല്ലേ? അതായത് ഒരു പബ്ലിക് ഫിഗറിൻ്റെ ഒരു ലൈഫ് എടുത്ത് സംസാരിക്കേണ്ട അവകാശം എല്ലാവർക്കും ഉണ്ട്. ഈ വിഷയത്തിൽ ആ ഒരു പെൺകുട്ടി ചെയ്തത് പൂർണ്ണമായും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ നിങ്ങൾ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു സൊസൈറ്റിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണത്. അതായത് വേറെ ഒരാളോട് നമുക്ക് സ്വാഭാവികമായിട്ടും പ്രണയം തോന്നാം, അതൊരു മനുഷ്യനല്ലേ, അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. ഫീലിങ്സ് വരാം, നമ്മളൊന്നും മെഷീനല്ല. അതായത് കല്യാണം കഴിഞ്ഞ ശേഷം പോലും നമുക്ക് വേറെ ഒരാളിനെ കാണുമ്പോൾ ഓക്കെ അത് കൊള്ളാം, ആ ഒരു അട്രാക്ഷൻ നമുക്കത് തോന്നാം, അത് തെറ്റല്ല. എന്ന് വെച്ചാൽ ആ ഒരു കാര്യം നമ്മൾ വളരെ മാന്യമായിട്ട് സംസാരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ഡിവോഴ്സ് നേടി പിരിഞ്ഞിരിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അവൾ കാണിച്ചത് അങ്ങനെയൊന്നും അല്ലല്ലോ. ഒരാളെ വിഡ്ഢിയാക്കി സമൂഹത്തിന് മുന്നിൽ അവനെ നാണം കെടുത്തി അവൻ്റെ കാശും എടുത്ത് അർദ്ധരാത്രി ഒളിച്ചോടുകയല്ല വേണ്ടത്. ഇത് ഒരുതരം ചീപ്പായിട്ടുള്ളൊരു പരിപാടിയാണെന്ന് തന്നെ നമ്മൾ പറയും. പിന്നെ ഈ ഒരു വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്തതിൻ്റെ ഏറ്റവും വലിയ റീസൺ,
ഇത് വെറുതെ വ്യൂസ് ഉണ്ടാക്കി കയറ്റാൻ വേണ്ടിയിട്ട് കോപ്പമൊന്നും അല്ല. മറിച്ച് ഇതേപോലൊരു സിറ്റുവേഷൻ പല ആണുങ്ങളും ഫേസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു പയ്യൻ, അതായത് അഖിൽ NRD എന്ന് പറയുന്ന ഒരു വ്യക്തി, കുറച്ച് നല്ല സുഹൃത്തുക്കളും പിന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളതുമായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഓവർകം ചെയ്തേക്കാം. ചിലപ്പോൾ 1-2 മാസം കഴിയുമ്പോൾ ഇതിലും ശക്തമായിട്ട് പുള്ളി തിരിച്ചു വന്നേക്കാം. പക്ഷേ എല്ലാവരും അത്രത്തോളം മെന്റലി സ്ട്രോങ് ആയിരിക്കണമെന്നില്ല. സൊസൈറ്റിയുടെ ഹരാസ്മെന്റ്, നാട്ടുകാരുടെ ചോദ്യങ്ങൾ, വീട്ടുകാരുടെ വിഷമം, ഇതെല്ലാം താങ്ങാനാകാതെ പലരും ഡിപ്രഷനിലേക്ക് പോകാം. ചിലപ്പോൾ സ്വന്തം ജീവൻ വരെ അവസാനിപ്പിച്ചേക്കാം. അത്തരത്തിലുള്ള ദുരന്തങ്ങൾ അവസാനിപ്പിക്കാൻ നമ്മളിത് തുറന്ന് സംസാരിക്കണം. അതിനിവിടെ വന്ന് കിടന്നിട്ട് അത് തെറ്റാണ്, ഇത് തെറ്റാണ്, അവരെ തെറ്റ് പറയുന്നു, ഇവരെ തെറ്റ് പറയുന്നു എന്നൊക്കെ പറഞ്ഞു കിടന്ന് കുരച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ കുറച്ച് റൂഡായിട്ട് തന്നെ പറയുകയാണ്, ഇങ്ങനെയുള്ള വ്യക്തികളോട് എനിക്ക് അറപ്പും വെറുപ്പുമാണ്. വഞ്ചിക്കാതെ മാന്യമായിട്ട് ജീവിക്കാൻ അറിയാത്ത എല്ലാവരോടും എനിക്ക് അറപ്പും വെറുപ്പുമാണ്. നമുക്കിനി നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് വരാം. ഇവിടെ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? പലരും വിചാരിക്കുന്ന പോലെ ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം പ്ലാൻ ചെയ്തിട്ട് ആ പെണ്ണ് ഇറങ്ങിപ്പോയതൊന്നും അല്ല ഈ സംഭവം. ഒരു എടുത്തുചാട്ടം എന്ന് പറയുന്ന ഒരു സംഭവം അല്ല ഇവിടെ നടന്നിരിക്കുന്നത്. വളരെ ക്ലെവറായിട്ടുള്ള, വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള, മാസങ്ങൾ എടുത്ത് പ്ലാൻ ചെയ്ത ഒരു സ്കെച്ചാണ് അന്ന് നടന്ന ആ ഒരു ഒളിച്ചോട്ടം. ആ ഒരു ഭർത്താവിൻ്റെ തണലിൽ നിന്നിട്ട് സ്വന്തമായിട്ടൊരു നിലനിൽപ്പായപ്പോൾ, അക്കൗണ്ടിൽ ആവശ്യത്തിനൊക്കെ പൈസയൊക്കെ ആയപ്പോൾ, പിന്നെ അതിനെല്ലാം ഉപരി സ്വന്തം കാമുകന് സേഫായിട്ടൊരു ഗവൺമെൻറ് ജോബൊക്കെ കിട്ടിയപ്പോൾ അവൾ കൂളായിട്ട് അവളുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു അവിടെ. പിന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡീപ്പായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റ് ഉണ്ട്. അതിൻ്റെയൊക്കെ പ്രധാന കാരണം അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. അതായത് നമ്മൾ എന്താണോ കണ്ടു വളരുന്നത് നമ്മൾ അത് തന്നെ ആയിത്തീരും. അതൊരു സൈക്കോളജിക്കൽ ഫാക്റ്റാണത്. അതായത് മുൻ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അറേഞ്ച്ഡ് മാരേജിലെ ആൾക്കാർ വരുമ്പോൾ ആദ്യം നോക്കുന്നത് അവരുടെ കുടുംബ പശ്ചാത്തലമാണ്. ഒരു ചെറുക്കൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും പേരൻസിനെ നമ്മൾ ആദ്യം നോക്കും, അല്ലേ? അവിടെ എന്തെങ്കിലും ഒരു തരികിട പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മാരേജ് തന്നെ വേണ്ടെന്ന് വെക്കും. അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സയൻറ്റിഫിക് വശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് കണ്ടു വളരുന്നോ അത് തന്നെ ആയിത്തീരും ആ കുട്ടികളും. അതായത് നമ്മളിത് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ആ ഒരു സ്വഭാവം ജീനിൽ തന്നെ ഉണ്ടാകും. അതായത് ആ ഒരു പെൺകുട്ടിയുടെ അമ്മയെന്ന് പറയുന്നത് രണ്ടാമത് വിവാഹം കഴിച്ച ഒരു വ്യക്തിയാണ്. രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതായത് നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്വത്തിന് വേണ്ടിയിട്ട് ആദ്യ ഭർത്താവിനെ അവർ വളരെയധികം ഉപദ്രവിക്കുകയും കള്ളക്കേസിൽ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് നാട്ടുകാരുടെ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു സംഭവം. എന്ന് വെച്ചാൽ ഈ സംഭവങ്ങളെല്ലാം വളരെ നോർമലൈസ് ചെയ്ത് മകളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ഇതെല്ലാം ആ ഒരു മകൾ കണ്ടു വളരുകയാണല്ലോ. ഒരാളെ ചതിക്കുന്നത് അത്ര വലിയൊരു തെറ്റല്ലെന്നും നമ്മുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി അത് വളരെ ഒരു അവിഭാജ്യ ഘടകമാണെന്നൊരു ബോധം ചെറുപ്പത്തിൽ തന്നെ ആ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു കാര്യമൊക്കെ കൊണ്ട് തന്നെ ഒരാളെ ഇങ്ങനെ ഒരു കൊടും ചതിയിലേക്ക് നമ്മൾ അകപ്പെടുത്തിയാൽ അയാൾക്ക് എത്രത്തോളം ഹർട്ടാകും, അയാൾക്ക് എത്രത്തോളം വേദനിക്കും, അയാളുടെ ഒരു മെൻ്റൽ സ്റ്റേജ് എങ്ങനെയാകും എന്നൊക്കെ ഒരു ബേസിക് എമ്പതി പോലും ആ ഒരു പെൺകുട്ടിക്ക് ഇല്ലാതെയായി പോയത്. എത്ര സിമ്പിളായിട്ടാണ് ആ പെൺകുട്ടി സ്വർണവും സാധനങ്ങളൊക്കെ ആ പയ്യനെ പറ്റിച്ചിട്ട് അർദ്ധരാത്രി നൈറ്റിയിൽ ഇറങ്ങിപ്പോയത്. എന്നുവെച്ചാൽ സത്യം എന്താണെന്ന് പറഞ്ഞാൽ അവൾക്കൊരു കുറ്റബോധമേ അവിടെ തോന്നുന്നില്ല. അതാണ് ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം. സപ്പോസ് അവളുടെ വീട്ടിൽ പോയി പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവളുടെ അമ്മ അതിനൊരു ഗ്രീൻ സിഗ്നൽ കാട്ടിയേനെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ അമ്മയുടെ ട്രാക്ക് റെക്കോർഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും വലിയൊരു വിഷയമായിട്ട് അവർ കാണാൻ വഴിയില്ല എന്നതാണ്. അതുമാത്രമല്ല, ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനും പിന്നെ കാമുകനെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുമോ, അവനെ ആരെങ്കിലും സ്കെച്ച് ചെയ്യുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയമൊക്കെ കൊണ്ടായിരിക്കാം അവൾ ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്ന എളുപ്പ വഴി തിരഞ്ഞെടുത്തത്. പക്ഷേ എന്തൊക്കെ തന്നെ പറഞ്ഞാലും, ഇതിനെ എന്തൊക്കെ ന്യായീകരണം നിരത്തിയാലും അവൾ ഇറങ്ങിപ്പോയത് ശരിയായ ഒരു നടപടി അല്ല എന്ന് തന്നെ ഞാൻ പറയും. സ്വർണവും സ്വത്തും ആവശ്യത്തിന് മേക്കപ്പ് ഐറ്റംസും ഒക്കെ എല്ലാം പിറക്കി എടുത്തിട്ട് നട്ടപ്പാതിരാക്കി ഓടുക എന്നത് ഒരു തരം അവസരവാദമാണ്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല, ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണെന്ന് ധൈര്യമായിട്ട് അയാളുടെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞിട്ട് സ്വന്തം സാധനങ്ങൾ പാക്ക് ചെയ്ത് മാന്യമായിട്ട് ആ പകൽ വെളിച്ചത്തിൽ ഇറങ്ങി പോയിരുന്നുവെങ്കിൽ യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. ഇവിടെ അതിനൊരു മാന്യത വേണം. ആ ഒരു മാന്യത നിനക്ക് ഇല്ലാതെയായി പോയെന്ന് തന്നെ പറയണം. പിന്നെ എന്തൊക്കെ തന്നെ ആയാലും ആ പോയ ഒരു പോക്കുണ്ടല്ലോ, ഒരു സൊസൈറ്റിയും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല എന്ന് ഞാൻ പറയും. മറ്റൊരു വ്യക്തിക്കൊപ്പം നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അയാളെ ഒപ്പം ഇരുത്തിക്കൊണ്ട് അയാളുടെ കൂടെ വീഡിയോയും ചെയ്ത ഫാമിലി ട്രിപ്പും പോയി ഇങ്ങനെ ഒരു ചതി ചെയ്താൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് തന്നെ പറയാം, നീ ഓർക്കണം, ഈ ചതി നാളെ നിനക്കും കിട്ടും.
കർമ്മ എന്ന് പറയുന്നത് ഒരു ബൂമറാങ് പോലെയാണ്. അത് തിരികെ വരും. തിരികെ വന്ന് നിന്നെ നന്നായിട്ട് തന്നെ ഉപദ്രവിക്കും. അതിന് യാതൊരുവിധ തർക്കവുമില്ല. നിന്റെയൊക്കെ ഭാഗത്ത് പറയാൻ നിനക്ക് 100 ന്യായീകരണങ്ങൾ ഉണ്ടാകാം. നീ ഉദ്ദേശിച്ച തരത്തിലുള്ള സ്നേഹം നിനക്ക് തന്നിട്ടുണ്ടാകില്ല. നീ ഉദ്ദേശിച്ച പോലെ നിന്നെ കെയർ ചെയ്യാൻ സമയമില്ലായിരിക്കാം. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ആ ഒരു രീതിയിലുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ നിലനിൽക്കില്ല എന്നതാണ് സത്യം. കാരണം നീ അയാളെ വർഷങ്ങളോളം പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. സ്വന്തം വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ട് ഒരല്പം ഉത്തരവാദിത്വം പോലും, ഒരു അല്പം ഗ്രാറ്റിറ്റ്യൂഡെങ്കിലും നിനക്ക് കാണിക്കാമായിരുന്നു. നമുക്കിനി ഈ വിഷയത്തിന്റെ മറ്റൊരു വശത്തേക്ക് വരാം. ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ? അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി സംഭവങ്ങൾ ദിനം പ്രതി നമ്മൾ കാണുന്നുണ്ട് അല്ലേ? പക്ഷെ പലരും ഇതേപോലെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ തളർന്നു പോവുകയാണ് പതിവ്. അവരുടെ ലൈഫ് പോയെന്നും പറഞ്ഞിട്ട് പലരും ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിരിക്കേണ്ടത് ഇതേപോലൊരു സമയത്താണ്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോ ഭർത്താവോ ചതിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നാം അല്ലേ? ഈ ലോകം തന്നെ അവസാനിച്ചെന്ന് തോന്നിയേക്കാം. നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ നിങ്ങളെ നോക്കി ചിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇനി അങ്ങോട്ട് ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചിലപ്പോൾ പോകാം. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഹ്യൂമൻ ഇമോഷനാണ്. ഒരു 5-10 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫൊക്കെ മാറി നിങ്ങൾ നല്ലൊരു പൊസിഷനിലെത്തി നിൽക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കണം. ഇത്ര സില്ലി ആയിട്ടുള്ള കാര്യത്തിനാണോ ഞാൻ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചതെന്ന് നിങ്ങൾക്ക് അന്ന് തോന്നും. അല്ലെങ്കിൽ ഇത്രയും ഒരു സില്ലി ആയിട്ടുള്ള കാര്യത്തിനാണോ നിങ്ങൾ ഇത്രയും ഡിപ്രഷൻ അടിച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണോ ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ ലൈഫ് തന്നെ നശിപ്പിക്കാൻ നോക്കിയെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. അതായത് നമ്മുടെ ഇമോഷൻസിന് ഒരു വാല്യൂവും കൊടുക്കാത്ത ഒരു വ്യക്തി നമ്മുടെ കൂടെ യാതൊരു അർഹതയുമില്ലാത്ത ഒരാളാണ് നമ്മളെ വിട്ടിട്ട് പോയെന്നൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്, കളഞ്ഞിട്ട് പോയാൽ അത് ചത്തുപോയെന്ന് വിചാരിക്കണം. അത്രയേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ള ഈ സോഷ്യൽ മീഡിയയിലെ ഈ കെയറിങ്ങിനെ പറ്റിയിട്ടാണ്. കുറച്ച് സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കുകയും പിന്നെ നമ്മളെയൊക്കെ കെയറൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ള ഈ പറയുന്ന കെയറേട്ടന്മാരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അല്ലേ? അല്ല എന്നൊന്നും പറഞ്ഞ് ഇനി എത്രത്തോളം കടന്ന് മോങ്ങിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ തന്നെ നമ്മളെ ഇഷ്ടപ്പെടണം. അതാണ് ഏറ്റവും വലിയ കെയർ. അല്ല മറ്റവൻ വന്നിട്ട് ഉണ്ടാക്കി തരുന്നതല്ല കെയറിങ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് സമയം പിടിക്കും. ചിലപ്പോൾ ഒരുപാട് വലിയ അടികൾ നമുക്ക് കിട്ടുമ്പോഴായിരിക്കും പലരും ഇതൊക്കെ തിരിച്ചറിയുന്നത്. ഒരാളുടെ കെയറിൽ ജീവിക്കാൻ ചിന്തിക്കാതിരിക്കുന്നിടത്താണ് നമ്മുടെ ലൈഫ് ശരിക്കും സക്സസ് ആകുന്നത്. ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയ, ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അവൻ തനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ലോകത്ത് ഒരു ശക്തിക്കും അവനെ തോൽപ്പിക്കാൻ പറ്റില്ല. അതായത് നീ എൻ്റെ ഇഷ്ടത്തിനൊത്ത് നിന്നില്ലെങ്കിൽ ഞാൻ നിന്നെ തനിച്ചാക്കി പോകും എന്ന് ഒരാൾക്കും നമ്മളെ നോക്കി ഭീഷണിപ്പെടുത്താൻ കഴിയില്ല. കാരണം ഞാൻ പണ്ടേ തനിച്ചാടോ എന്ന് നമ്മൾ നെഞ്ചും വിരിച്ച് പറയണം. എനിക്ക് നീ പോയാൽ എനിക്ക് വെറും പുല്ലാണെന്ന്. നമുക്ക് നമ്മളോട് തന്നെ ഈ സെൽഫ് ലവും സെൽഫ് കെയറും ഒക്കെ ഉണ്ടെങ്കിൽ ലോകത്ത് ഒരു മനുഷ്യനും നമ്മളെ തകർക്കാൻ കഴിയില്ല. അതൊരു വലിയൊരു ചിന്തയാണ്. ഇന്നത്തെ യുവതലമുറ ശരിക്കും ഇത് മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. ചിലർക്ക് ഞാൻ പറയുന്നത് ശരിയായിട്ട് തോന്നാം, ചിലർക്ക് അത് വിയോജിപ്പുകൾ ഉണ്ടാകാം. അതായത് എനിക്ക് കിട്ടിയ വിവരങ്ങളും എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവിച്ച ചില കാര്യങ്ങളും എല്ലാം ചേർത്തിണക്കിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടേതായ ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.